ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതം, ഈ ആഴ്ചയുടെ 1-ാം ദിവസം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് കേൾക്കുവാൻ കർത്താവ് വിളിച്ചു ചേർത്ത നിങ്ങളെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ഈ പ്രഭാതത്തിൽ ആശംസിക്കുകയാണ്. ദൈവിക സ്വസ്ഥത എന്ന ഇന്നത്തെ സന്ദേശം ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് തോന്നുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളും അടിസ്ഥാന അവകാശങ്ങളിലും ഒന്നാകുന്നു സ്വസ്ഥത എന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൻ്റെ താളങ്ങൾ തന്നെ തെറ്റി എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ വിശുദ്ധ ബൈബിൾ ഒരു വ്യക്തിക്ക് ഓഫർ ചെയ്യുന്നത്, വിശുദ്ധ ബൈബിൾ ഒരു വ്യക്തിക്ക് പ്രോമിസ് ചെയ്യുന്നതാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാകുന്നു സ്വസ്ഥത എന്നത്. പഴയ നിയമങ്ങൾ, പുതിയ നിയമങ്ങൾ എല്ലാം നാം പഠിക്കുന്ന സമയം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ദൈവം തൻ്റെ ജനത്തിന് സ്വസ്ഥത നൽകി. ഏറെ പറയരുതല്ലോ, വിശുദ്ധ ബൈബിളിൽ ദൈവം തന്നെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച അനുഗ്രഹീതമാകുന്ന തിരുവെഴുത്തുകൾ ഉൽപ്പത്തി മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഉൽപ്പത്തി മുതൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാകുന്നു സ്വസ്ഥത എന്നത്. അത് ദൈവം പോലും അത് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, ദൈവം പോലും അതിൽ പ്രവേശിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, സ്വസ്ഥത എന്നത് ദൈവികമായ ഒന്നാകുന്നു എന്ന് നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് ഈ സന്ദേശത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഞാൻ ആത്മനിറവിൽ പ്രവചിക്കുകയാണ്. മാന്യ സുഹൃത്തെ, അസ്വസ്ഥമാകുന്ന ഹൃദയത്തോടെയും കലങ്ങി മറിയുന്ന കടലിന് സമാനമായ ഒരു മാനസികാവസ്ഥയോടുകൂടെയുമാണ് ഈ സന്ദേശം താങ്കൾ കേട്ടു തുടങ്ങുന്നത് എങ്കിൽ, എന്താകുന്നു ഈ സന്ദേശത്തിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താങ്കൾ ഇത് പ്ലേ ചെയ്തത് എങ്കിൽ പോലും ദൈവാത്മാവ് താങ്കളോട് പറയുന്നു, ദൈവം ഒരു സ്വസ്ഥതയിലേക്ക് താങ്കളെ പ്രവേശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സമാധാനത്തെയും നിങ്ങളുടെ മനസ്സിനെ സമാധാനം കൊണ്ടും നിങ്ങളുടെ ചിന്തകളെ അവന്റെ വചനം കൊണ്ടും ഇന്ന് പകൽ സ്വസ്ഥത നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും, അതിന് അവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. ദൈവം സ്നേഹിച്ച, ദൈവം വളർത്തിയ, ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ച, ദൈവം ശുശ്രൂഷ പഠിപ്പിച്ച മോശെ പ്രവാചകന് പോലും സ്വസ്ഥത തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. ജനങ്ങളാണ് തൻ്റെ സ്വസ്ഥത നശിച്ചു പോകുന്നതിന് കാരണം. പ്രിയപ്പെട്ട സുഹൃത്തെ, നാം ഒക്കെ ജീവിച്ച് വരുന്ന ചുറ്റുപാടിലും നമ്മുടെ അസ്വസ്ഥതകൾക്ക് പലപ്പോഴും ശത്രു നിദാനമാക്കുന്നത് വ്യക്തികളിൽ നിന്നുള്ള അസ്വസ്ഥതകൾ തന്നെ ആയിരിക്കാം. സാഹചര്യങ്ങളില്ല എന്നല്ല, എന്നാൽ വ്യക്തികൾ മുഖേന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വരുന്ന സമീപനമോ, ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വരുന്ന സംസാര ശൈലികളോ, ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വരുന്ന നോട്ടമോ ഒക്കെയും നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതകളെ നശിപ്പിച്ചു കളയുവാൻ സാധ്യതയുണ്ട്. അത് നാം ജീവിച്ചു വരുന്ന ചുറ്റുപാട് തുടങ്ങി, നാം പാർക്കുന്ന വീട് തുടങ്ങി, നാം വേല ചെയ്യുന്ന ജോലി സ്ഥലം വരെയും, നാം ആരാധിച്ചു വരുന്ന ചർച്ചിനുള്ളിൽ പോലും
ചിലപ്പോൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നതാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നു, എന്നു മുതൽ എൻ്റെ സാന്നിധ്യത്തെ നീ ഹോണർ ചെയ്യാൻ തുടങ്ങുന്നോ, എന്നു മുതൽ എൻ്റെ സാന്നിധ്യത്തോടുകൂടെ നീ സഞ്ചരിക്കാൻ തുടങ്ങുന്നോ, അല്ലെങ്കിൽ നിന്നോടുകൂടെ എൻ്റെ സാന്നിധ്യം നീ സദാസമയവും അനുവദിക്കാൻ തുടങ്ങുന്നുവോ, ആ സെക്കൻഡ് മുതൽ നീ സ്വസ്ഥനായിരിക്കും. എന്നാൽ നിന്നെ ഇന്നലെ വരെയും അസ്വസ്ഥപ്പെടുത്തിയവർ ആ ചുറ്റുപാടിൽ പാർത്താലും, ഇന്നലെ വരെ നിന്നെ അസ്വസ്ഥപ്പെടുത്തിയവർ അവിടെയൊക്കെ ഉണ്ടെങ്കിലും, നിന്റെ സ്വസ്ഥതയെ നശിപ്പിച്ച് കളയുവാൻ കഴിയാതെ വണ്ണം എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചാണ് മോശയോട് ദൈവാത്മാവ് ഈ ആലോചന കൈമാറുന്നത്. വീണ്ടും യാത്ര മുൻപോട്ട് പുറപ്പെടാൻ ദൈവം മോശയോട് പറയുമ്പോൾ, ഈ മത്സര മനസ്സുള്ള, മത്സര ഹൃദയമുള്ള ജനത്തെയും കൊണ്ട് യാത്ര മുൻപോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മോശ അവിടെ അടിപതറുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രിയപ്പെട്ട സുഹൃത്തെ, ജീവിതത്തിൽ അടിപതറുന്ന സാഹചര്യത്തിൽ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു വലിയ അനുഭവത്തെക്കുറിച്ച് ഇന്ന് പകലിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ജീവിതത്തിൽ അടിപതറുന്ന, വിശ്വാസത്തിനകത്തുള്ള സ്വസ്ഥത നഷ്ടപ്പെട്ട, മനസ്സമാധാനം നഷ്ടപ്പെട്ട, ചിന്തകൾക്കകത്തുള്ള എല്ലാ ബലവും നഷ്ടപ്പെട്ട, ആമേൻ ആമേൻ ആമേൻ, കാൽമുട്ടുകൾ കിടുകിട വിറയ്ക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് മോശെ പ്രവാചകൻ എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു, മോശേ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് ഈ വചനം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ജീവിതത്തിൻ അടിപതറി മനസ്സിന്റെ സമാധാനവും ഹൃദയത്തിന്റെ സ്വസ്ഥതയും വിശ്വാസത്തിന്റെ ബലവുമൊക്കെ ക്ഷയിച്ചിരിക്കുന്ന വ്യക്തികളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിന്നെ പിന്നോക്കം പോകാനല്ല കർത്താവ് വിളിച്ചത്, മുൻപോട്ട് പോകാനാ കർത്താവ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വസ്ഥതയുടെ അടിസ്ഥാനത്തിന് ഉറപ്പുണ്ട്. പക്ഷേ ചില നിബന്ധനകൾ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം, അവൻ അവരോട്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ, നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ളത് ശബ്ബത്ത്, ചുടുവാനുള്ളത് ചുടുവിൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവിൻ, ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പിൻ. നോക്കൂ, ഇവിടെ ഒരു സമയം ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു സമയം ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ നാളെ സ്വസ്ഥതയാകുന്നു. അപ്പോ സ്വസ്ഥതയ്ക്കൊരു ദിവസം ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവമക്കളുടെ ജീവിതത്തിൽ ഞാൻ പറയും 24 മണിക്കൂർ 365 ദിവസം അവരുടെ സ്വസ്ഥതയാണ്. സ്വസ്ഥതയ്ക്കകത്ത് നമുക്കൊരു സ്വസ്ഥത ഉണ്ടാകണം. ദൈവം പറഞ്ഞ സ്വസ്ഥതയ്ക്കകത്ത് നമുക്കൊരു സ്വസ്ഥതയില്ല, അതാ വേറെ പ്രശ്നം. ദൈവം നമുക്കൊരു സ്വസ്ഥത തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് സ്വസ്ഥതയില്ല. ദൈവം എല്ലാറ്റിനും ഒരു സമയം ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. യഹോവയ്ക്ക് വിശുദ്ധമായുള്ളത് ശബ്ബത്ത്, നിനക്ക് സ്വസ്ഥത. ദൈവത്തിന്റെ ശബ്ബത്ത് സമയം ദൈവത്തിനുള്ളതാണ്. ആ ശബ്ബത്ത് സമയം ദൈവം നിനക്ക് തന്ന സ്വസ്ഥതയോടുകൂടെ നീ ദൈവസന്നിധിയിൽ ഇരിക്കണം. അതുകൊണ്ട് വചനം പറയുന്നു, ചുടുവാനുള്ളത് ചുടുവിൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവിൻ, ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പിൻ. ദൈവം ചുടാനുള്ളതും പാകം ചെയ്യാനുള്ളതുമായ സമയം പോലും ദൈവം ഏർപ്പെടുത്തി വെച്ചേക്കുമ്പോ ദൈവത്തിനുള്ളവരെന്ന് പറയുന്ന, ദൈവം വിളിച്ചിരിക്കുന്നവരെന്ന് പറയുന്ന, ദൈവം വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന, ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്ന, വേർപാട് ആചരിക്കുന്നു എന്ന് പറയുന്ന ദൈവ സാന്നിധ്യം പലപ്പോഴും പെയ്ത മഴ കുടിച്ച ഒരു മരം പോലെ നിൽക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി പറയുന്നു, എനിക്ക് എന്നും ചുടാനുള്ള സമയം, എനിക്ക് എന്നും പാകം ചെയ്യാനുള്ള സമയം, എനിക്ക് എപ്പോഴും പാകം ചെയ്യാനും എപ്പോഴും ചുടാനും എപ്പോഴും വിളമ്പാനുമുള്ള സമയം. ആ വ്യക്തി സ്വസ്ഥത അനുഭവിക്കുകയില്ല. അവൻ ഇന്നല്ലെങ്കിൽ നാളെ അവൻ അസ്വസ്ഥനായി തീരും. ദൈവം നൽകുന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ,
ദൈവത്തെ ആരാധിക്കാനും, ദൈവത്തെ വിളിക്കാനും, ദൈവത്തെ സ്തുതിക്കാനും, ദൈവത്തോട് നന്ദി പറയാനും, ദൈവസാന്നിധ്യം അനുഭവിക്കാനും ദൈവം പറഞ്ഞിരിക്കുന്ന സമയത്തെ ക്രോസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗ്രേസ് പീരീഡിൽ സ്വസ്ഥത നിൽക്കും. പക്ഷെ ഗ്രേസ് പീരീഡ് മാറുന്ന സമയം അവൻ അസ്വസ്ഥനാകും. ഹല്ലേലൂയ. വചനം പറയുന്നു, ചുടുവാനുള്ളത് ചുടുവിൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവിൻ. ഇന്ന് ഈ വചനം നിന്റെ ഉള്ളത്തിൽ കിടക്കുന്ന ഈ വചനത്തിന് വിരുദ്ധമായ ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായി നിൽക്കുന്ന ചിലത് ചുട്ടുകളയുകയാണ്. നിന്നെ പാകം ചെയ്തെടുത്ത് ദൈവത്തിന് കൊള്ളാമെന്നുള്ള ഒരു വ്യക്തിയാക്കി സ്വർഗം മാറ്റുകയാണ് ചെയ്യുന്നത്. വചനം പറയുന്നു, നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ളത് ശബ്ബത്ത്. ദൈവത്തിന്റെ സമയത്തെ എടുത്ത് വേറെ പരിപാടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ആദ്യം കൈവിടുന്നത് സ്വസ്ഥതയിൽ നിന്നാണ്. ദൈവം കൈവിടുന്നു എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യം മാറി നിൽക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞത്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, നീ സകലത്തിലും സ്വസ്ഥനായിരിക്കും. അപ്പൊ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പിന്മാറുന്നവന്റെ ജീവിതത്തിൽ അത് ആ കാര്യമാണ്, അത് ഈ കാര്യമാണ്, അത് ആ പാകമാണ്, അത് ഈ പാകമാണ് എന്ന് പറഞ്ഞ ദൈവകാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവൻ അത് ചെയ്യുവാൻ സമയമില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം തെല്ലൊന്നും മാറി നിൽക്കും. എന്താണ് തൽഫലമായി സംഭവിക്കുന്നത്? നാളെ സ്വസ്ഥതയാകുന്നു എന്ന് പറയുമ്പോൾ എന്നാണെങ്കിലും നമുക്കതൊരു അസ്വസ്ഥതയായി മാറും. അതുകൊണ്ട് ചുടുവാനുള്ളത് ചുടുവിൻ, നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവേൻ, അതും നിങ്ങൾ ചെയ്തോ, ശേഷിക്കുന്നതൊക്കെ നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പീൻ, അതും ചെയ്തോ. പക്ഷെ ശബ്ബത്ത് സമയം ദൈവസന്നിധിയിൽ നീ സ്വസ്ഥമായിരിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. ഈ വചനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകളിലും, നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലും, നിങ്ങളുടെ മനസ്സിലും, നിങ്ങളുടെ ജീവിതങ്ങളിലും ചുടാനുള്ളത് ചുട്ടുകളയാനുള്ള സമയം കൂടെയാണ്. ആമേൻ. നമുക്ക് വേണ്ടത് പാകം ചെയ്യണമെങ്കിൽ ചിലത് ചുടുക തന്നെ ചെയ്യണം. നമുക്ക് വേണ്ടത് പാകപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ചിലത് ചുടുക തന്നെ ചെയ്യണം. നമുക്ക് വേണ്ടത് പാകപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ചിലത് ചുടുക തന്നെ ചെയ്യണം. ചുടാനുള്ളത് ചുടുവിൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവിൻ. നാളത്തേക്കൊരു ശേഷിപ്പിന് വേണ്ടി സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഇന്ന് നീ ചുടുവാനുള്ളത് ചുടണം. പ്രിയപ്പെട്ട സുഹൃത്തെ, ഓർത്തു നോക്കൂ, എന്റെ ജീവിതം അസ്വസ്ഥത കൊണ്ട് നിറയാൻ കാരണം ഞാൻ ദൈവസന്നിധി വിട്ട് പിന്മാറിയതും എന്റെ മേലുണ്ടായിരുന്ന ദൈവ സാന്നിധ്യം കുറഞ്ഞു പോയതുമാണോ? കാരണം വചനം മോശ പറയുന്നു, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ മോസസിനോട് ദൈവാത്മാവ് പറയുക, എടാ എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. വചനം അങ്ങനെയല്ലേ? പുറപ്പാട് പുസ്തകം 33:14 പറയുന്നത്, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അപ്പോൾ ഞാൻ അസ്വസ്ഥനാണെന്നുണ്ടെങ്കിൽ, ഞാൻ ദൈവ പൈതലായിരുന്നു കൊണ്ട് ഞാൻ അസ്വസ്ഥത അനുഭവിക്കുന്നു, ഞാൻ ദൈവമകനായിരുന്നു കൊണ്ട് അസ്വസ്ഥത അനുഭവിക്കുന്നു, എനിക്ക് ഒന്നിലും സ്വസ്ഥതയില്ല, എനിക്ക് വീട്ടിൽ സ്വസ്ഥതയില്ല, നാട്ടിൽ സ്വസ്ഥതയില്ല, ജോലി സ്ഥലത്ത് സ്വസ്ഥതയില്ല, എനിക്ക് ഫാമിലിയിൽ സ്വസ്ഥതയില്ല, ചർച്ചിൽ എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് പ്രാർത്ഥനയിലും സ്വസ്ഥതയില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഇരുന്ന് സ്വസ്ഥത നൽകുമെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ പഴയ അളവിലുണ്ടോ എന്ന് ഇന്ന് പ്രഭാതത്തിൽ നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം പോലും സ്വസ്ഥത ആഗ്രഹിച്ചിരുന്നു. ദൈവം പോലും സ്വസ്ഥത ആഗ്രഹിച്ചിരുന്നു. 20-ാമത്തെ അധ്യായം പുറപ്പാട് പുസ്തകം 20:11 നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. 6 ദിവസം വേല ചെയ്യാനുള്ള സമയമാണ്. ഒരു ദിവസത്തിന്റെ 12ഓളം മണിക്കൂർ അല്ലെങ്കിൽ 13ഓളം മണിക്കൂർ വേല ചെയ്യാനുള്ള സമയമാണ്. ശേഷിക്കുന്ന ഏതൊരു സമയം നീ കിടക്കാൻ പോകുന്നതിന് മുന്നെയെങ്കിലും ദൈവത്തിനു വേണ്ടി കൊടുക്കേണ്ട സമയമാണ്. അവിടെയും എനിക്ക് പാചകം ചെയ്യാനുണ്ട്, പാകം ചെയ്യാനുണ്ട്, ചുടുവാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, അവിടെ പോകാനുണ്ട്, ഇവിടെ പോകാനുണ്ട് എന്ന് പറഞ്ഞ് ദൈവിക കാര്യങ്ങളിൽ നിന്ന്
പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ദൈവ സാന്നിധ്യത്തെ പിന്നോട്ട് പോകുവാൻ നാം നിർബന്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഏറിക്കൊണ്ടിരിക്കും. അതൊരിക്കലും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന അസ്വസ്ഥതകളല്ല. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നാം പിന്നോക്കം പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറയുന്ന ദൈവ സാന്നിധ്യത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അസ്വസ്ഥതകളാണ്. ഹല്ലേലൂയ. നോക്കൂ, 7-ാം ദിവസം ദൈവം പോലും സ്വസ്ഥമായിരുന്നു. ദൈവത്തിന് പോലും ഒരു വ്യക്തമായ സ്വസ്ഥതയുള്ള ഒരു ജീവിതം, ഒരവസ്ഥ ദൈവം ആഗ്രഹിച്ചിരുന്നു. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാണ്, ദൈവം നിന്നെ സ്വസ്ഥതയിലേക്ക് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 23:12 പറയുന്നു, 6 ദിവസം വേല ചെയ്യുക, 7-ാം ദിവസം നിന്റെ കാളയും കഴുതയും വിശ്രമിപ്പാനും നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ആശ്വസിപ്പാനും വേണ്ടി നീ സ്വസ്ഥമായിരിക്കണം. നീ മറ്റുള്ളവർക്കൊരു സ്വസ്ഥത നൽകുന്ന വ്യക്തിയായാലേ നിന്റെ ജീവിതത്തിലും സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. 6 ദിവസം നീ വേല ചെയ്യുക, 7-ാം ദിവസം നിന്റെ കാളയും കഴുതയും വിശ്രമിപ്പാനും നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ആശ്വസിപ്പാനും വേണ്ടി നീ സ്വസ്ഥമായിരിക്കണം. ഹല്ലേലൂയ. കുഞ്ഞെ, നിനക്കുള്ള സ്വസ്ഥതയാണ് നിന്റെ വീടിനകത്തുള്ള സ്വസ്ഥത. നിന്റെ ആത്മാവിലുള്ള ബലമാണ് ദൈവത്തിലുള്ള നിന്റെ ധൈര്യം. നിന്റെ ഹൃദയത്തിനകത്ത് അനുഭവിക്കുന്ന സമാധാനമാണ് നിന്റെ ചുറ്റുവട്ടത്തുള്ളവരുടെ സമാധാനം. ഹല്ലേലൂയ. ദൈവം എത്ര വിശ്വസ്തൻ. ഇന്ന് പകൽ നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ അസ്വസ്ഥത അനുഭവിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിലാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലാകട്ടെ, ചിന്തകളിലാകട്ടെ, നിങ്ങൾ അസ്വസ്ഥത അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ റിസ്റ്റോർ ചെയ്യാനായി ആഗ്രഹിക്കുകയാണ്. കർത്താവ് നിന്നെ റിസ്റ്റോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവിക സ്വസ്ഥത എന്ന സബ്ജക്റ്റിലേക്ക് ആമേൻ സ്വർഗം നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവം ശത്രുവിന്റെ ബലത്തെ കെടുത്താനും തയ്യാറാണ്. യോശുവയുടെ പുസ്തകം 23-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. യോശുവയുടെ പുസ്തകം, യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി. ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വയസ്സ് ചെന്നു. നോക്കുക, വയസ്സ് ചെല്ലുന്നതിന് മുൻപേ തന്നെ സ്വസ്ഥത അനുഭവിക്കാൻ ഭാഗ്യം ചെയ്തവനാണ്, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവനാണ് ഒരു ദൈവ പൈതൽ. ഇന്ന് ഇത്രയും വയസ്സായിട്ടും എനിക്ക് ഒരു സമാധാനം ഇല്ലല്ലോ കർത്താവേ. ഞാൻ മക്കളെ കെട്ടിച്ച് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തിട്ടും എൻ്റെ ഈ പ്രായത്തിലും എനിക്കൊരു സ്വസ്ഥത ഇല്ലല്ലോ കർത്താവേ. എനിക്കൊരു സമാധാനം ഇല്ലല്ലോ കർത്താവേ. അവർ കയറിപ്പോയിട്ടും എനിക്കൊരു സമാധാനം ഇല്ലല്ലോ കർത്താവേ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് വിലപിക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കേ, ദൈവസാന്നിധ്യം കൂടെ ഇരുന്ന ജനത്തിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് മാർഗങ്ങൾ ഏറെയായിരുന്നു, അസ്വസ്ഥതകൾക്ക് വഴിയേറെയായിരുന്നു. പക്ഷെ യോശുവയുടെ പുസ്തകത്തിൽ യോശുവ എഴുതി വെച്ചിരിക്കുകയാണ്, യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. ഇന്ന് നിന്റെ സ്വസ്ഥതയ്ക്ക് എതിരായും ദൈവിക സമാധാനത്തിന് എതിരായും വ്യാപരിക്കുന്ന പലതിനെയും എന്റെ ദൈവം അടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കേണ്ടതും ദൈവം പറഞ്ഞിരിക്കുന്ന സ്വസ്ഥതയുടെ ആഴം എന്തെന്ന് തിരിച്ചറിയേണ്ടതും ആവശ്യമാണ്. യോശുവ പ്രാർത്ഥിച്ചു എന്നല്ല, ദൈവം കൂടെ ഇരുന്ന് ശത്രുവിനെ അടക്കി. ദൈവം കൂടെ ഇരുന്ന് ശത്രുവിനെ അടക്കി. അടുത്ത വചനം എന്താ പറഞ്ഞേക്കുന്നത്? ഇസ്രായേലിന് സ്വസ്ഥത നൽകി. അടുത്ത വചനം എന്താ പറഞ്ഞേക്കുന്നത്? ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വയസ്സ് ചെന്നു. അപ്പൊ യോശുവയുടെ നല്ല പ്രായത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ തീരെ വയസ്സ് ചെല്ലുന്നതിന് മുന്നേ തന്നെ ദൈവം യോശുവയുടെ സമാധാനം കെടുത്തുന്ന,
യോശുവയുടെ സമാധാനം കെടുത്തുന്ന, യോശുവയുടെ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുത്തുന്ന, യോശുവയുടെ മുമ്പോട്ട് പോക്കിനെ തടയുന്ന, യോശുവയുടെ വാഗ്ദത്തത്തെ തടയുന്ന സകല ശത്രുക്കളെയും അടക്കി അടക്കി അടക്കി. ഇന്ന് പകലിലും കുഞ്ഞെ, ചില ശത്രുക്കളാണ് നിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണമെങ്കിൽ, ചില ശബ്ദങ്ങളാണ് നിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണമെങ്കിൽ, ചില ഇടപെടലുകളാണ് അസ്വസ്ഥതയ്ക്ക് കാരണമെങ്കിൽ, ചില പ്രതിഷേധങ്ങളാണ് അസ്വസ്ഥതയ്ക്ക് കാരണമെങ്കിൽ, പ്രതികരണങ്ങളാണ് അസ്വസ്ഥതയ്ക്ക് കാരണമെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഇരുന്ന് നിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണമായ ശത്രുവിനെ അടക്കി നിന്നെ സ്വസ്ഥതയിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിപ്പിക്കും. പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പോലും നിനക്കൊരു സ്വസ്ഥതയില്ല, ദൈവത്തെ വിളിക്കാൻ പോലും നിനക്കൊരു സ്വസ്ഥതയില്ല, ദൈവവചനം ശ്രദ്ധിച്ച് കേൾക്കാൻ പോലും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചുറ്റുമുള്ള സകല ശത്രുക്കളെയും ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ദൈവം നിനക്ക് സ്വസ്ഥത തരും. ഓ ജീസസ്, എത്ര വിശുദ്ധനും വിശ്വസ്തനുമായ ദൈവം. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ മിദ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. നീ പ്രാർത്ഥിച്ചൊന്ന് ബലപ്പെട്ടു വരുമ്പോ കീഴടങ്ങി എന്ന് കരുതിയിരിക്കുന്ന ചില ശത്രുക്കൾ തലപൊക്കും. നീ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് വിശ്വാസത്തിൽ വളർന്നു വരുമ്പോ അടങ്ങി എന്ന് കരുതുന്ന ചില ശത്രു തലപൊക്കും. പക്ഷേ ഭരണം ഗിദയോൻ ഏറ്റെടുക്കുന്ന കാലം വരെ ഉണ്ടായിരുന്നുള്ളൂ മിദ്യാന്റെ വാഴ്ച. ഗിദയോന്റെ മേൽ ദൈവസാന്നിധ്യം വ്യാപരിച്ചതുകൊണ്ട്, ഗിദയോന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നതുകൊണ്ട്, ഗിദയോന്റെ മേൽ കർത്തൃകൃപ വ്യാപരിച്ചിരുന്നതുകൊണ്ട്, ആമേൻ ആമേൻ ആമേൻ, മിദ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴ്പ്പെട്ടുപോയി എന്ന് ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു. കീഴടങ്ങിപ്പോയി എന്ന് പറയുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച് കണ്ണുനീരോടിരിക്കുന്ന ചില വ്യക്തികളോട് പ്രവചിച്ച് സംസാരിക്കുകയാണ്, പ്രവചിക്കുകയാണ്. ആമേൻ, നിന്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന നിന്റെ മുമ്പിൽ തല പൊക്കാതെ വണ്ണം മിദ്യാന്യ ശക്തികളെ സ്വർഗം കീഴ്പ്പെടുത്താൻ പോകുന്നു. ആമേൻ, നിന്റെ സ്വസ്ഥത കെടുത്തുന്ന, നിന്റെ സമാധാനം കെടുത്തുന്ന മിദ്യാന്യ ശക്തികളെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന മിദ്യാന്യ ശക്തികളെ, നിന്റെ ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന മിദ്യാന്യ ശക്തികളെ, നിന്റെ ദൈവശക്തിക്ക് തടസ്സം നിൽക്കുന്ന മിദ്യാന്യ ശക്തികളെ സ്വർഗം നിനക്ക് കീഴ്പ്പെടുത്താൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ആ ശക്തികൾ കീഴ്പ്പെടാൻ പോവുകയാണ്. എന്നോട് ദൈവാത്മാവ് അതിശക്തമായ ചില യുദ്ധങ്ങൾ എന്നെ കാണിക്കുന്നു, അതിതീവ്രമായ യുദ്ധങ്ങൾ എന്നെ ദൈവം കാണിക്കുന്നു. ദേശത്തിന് നേരെ ഉയരുവാൻ വേണ്ടി ആമേൻ നിൽക്കുന്ന ചില യുദ്ധങ്ങൾ, രാജ്യങ്ങളോടുകൂടെ എതിർക്കാൻ തക്കവണ്ണം നിൽക്കുന്ന ചില യുദ്ധങ്ങളെ ദൈവം എന്നെ കാണിക്കുന്നു. ആമേൻ, രാജ്യം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, രാജ്യത്തിന് നേരെ നിൽക്കുന്ന, രാജ്യത്തിന് നേരെ ക്രുദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന, സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ ആമേൻ 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 പതിയിരുന്നു പദ്ധതികൾ ഒരുക്കുന്ന ചില യുദ്ധങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് എന്നോട് അറിയിക്കുന്നു. എല്ലാ ദൈവമക്കളും രാജ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഈവൻ സമസ്ത രാജ്യങ്ങൾ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചേ. രാജ്യങ്ങളോട് എതിർക്കുന്ന ഒരു കാഴ്ചയെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ഒരു യുദ്ധത്തെക്കുറിച്ച് ദൈവം എന്നോട് സംസാരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പാർക്കുന്ന രാജ്യം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അയൽ രാജ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, രാജ്യങ്ങൾ തമ്മിൽ സഹോദര സ്നേഹം പുലർത്തി മുൻപോട്ട് പോകട്ടെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും വിശ്വസ്തയോടെ മുൻപോട്ട് പോകട്ടെ. എല്ലാ കരാറുകളും വിശ്വസ്തയോടുകൂടെ ഇരിക്കട്ടെ. എല്ലാ നിയമ നടപടികളും വിശ്വസ്തയോടുകൂടെ ഇരിക്കട്ടെ. കർത്താവേ, എല്ലാ ഭരണകർത്താക്കന്മാർക്കും സുബോധം നൽകി, ഭരണ സാമർഥ്യം നൽകി ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് പകല് യുദ്ധമുണ്ടാകുന്ന എല്ലാ അന്തരീക്ഷത്തെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ദേശത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കുമെന്ന് പറയുന്ന
സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ വിളിക്കുന്നവന്റെ സ്വസ്ഥത നശിപ്പിക്കുമെന്ന് പറയുന്ന, സ്വാതന്ത്ര്യത്തോടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ സ്വസ്ഥത നശിപ്പിക്കുമെന്ന് പറയുന്ന, ആലയങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുമെന്ന് പറയുന്ന സകല വാഗ്വാദങ്ങളെയും സ്വസ്ഥത നശിപ്പിക്കുന്ന അവസ്ഥകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്, തകർക്കുകയാണ്. ദൈവിക സ്വസ്ഥത ഇന്ന് പകലിൽ ജനത്തിന്മേലും രാജ്യത്തിന്മേലും സഭകളുടെ മേലും വ്യാപരിക്കട്ടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്റെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നിന്റെ സമാധാനം കെടുത്തുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള യുദ്ധങ്ങൾ, നിങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കേണ്ട വ്യക്തി പോലും നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കയറി നിങ്ങളുടെ സമാധാനം കെടുത്താൻ നിൽക്കുന്നുവെങ്കിൽ, നിന്റെ സ്വസ്ഥതയ്ക്ക് നേരെ വാദിക്കുന്നതിനെ നിനക്ക് കീഴ്പ്പെടുത്താൻ പോകുകയാണ്. മിദ്യാൻ നിനക്ക് കീഴ്പ്പെടാൻ പോകുന്നു. മിദ്യാൻ നിനക്ക് കീഴ്പ്പെടാൻ പോകുന്നു. ഇസ്രായേൽ മക്കൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഇന്നലെ വരെ മിദ്യാൻ അവരെ വാണുവെങ്കിൽ, ഒരു ഗിദെയോൻ വാഴുന്നതുവരെ ഉള്ളൂ അതിന്റെ ഭരണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത നൽകാൻ പോവുകയാണ്. നീ ജോലി സ്ഥലത്ത് സ്വസ്ഥതയില്ലാത്തൊരു വ്യക്തിയാണോ? കർത്താവ് നിനക്ക് ചില വ്യക്തികളെ കീഴ്പ്പെടുത്താൻ പോവുകയാണ്. നീ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത വ്യക്തിയാണോ? പാർക്കുന്ന വീടിനകത്ത് സ്വസ്ഥത നശിച്ച ഒരു വ്യക്തിയാണോ? സ്വർഗം നിനക്ക് സ്വസ്ഥത നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ പോന്നാൽ, നീ പോകുന്നിടത്തൊക്കെയും ഈ സാന്നിധ്യം കൂടെ പോന്നാൽ, അവിടെയൊക്കെ യഹോവ നിനക്ക് സ്വസ്ഥത തരും. ദൈവം നിനക്ക് സ്വസ്ഥത തരും. നീ ആയിരിക്കുന്ന രാജ്യത്തിൽ ദൈവം നിനക്ക് സ്വസ്ഥത തരും. നീ ആയിരിക്കുന്ന പട്ടണത്തിൽ ദൈവം നിനക്ക് സ്വസ്ഥത തരും. നിന്റെ കുടുംബത്തിൽ ദൈവം നിനക്ക് സ്വസ്ഥത തരും. നിന്റെ തലമുറകളെ ചൊല്ലി നിനക്ക് സ്വസ്ഥതയുണ്ടാകും. നിന്റെ ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കണം. യഹോവയ്ക്ക് കൊടുപ്പീൻ, അവന് തക്ക മഹത്വം കൊടുപ്പീൻ എന്ന് സങ്കീർത്തനങ്ങൾ പറയുമ്പോൾ, ദൈവത്തിന്റെ സമയം നാം കട്ടെടുക്കരുത്. ദൈവത്തിനുള്ളത് നാം കട്ടെടുക്കരുത്. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തേക്കുക. എന്നാൽ ദൈവം നിനക്ക് തരാനുള്ളത് നിനക്കും തരും. ഗ്ലോറി ടു ജീസസ്. നോക്കൂ, ദൈവം പോലും കൃത്യമായും സ്വസ്ഥതയിൽ പ്രവേശിച്ചു. വചനമായി തന്നെ തിരുവെഴുത്ത് പറയുന്നു, അവൻ അവരോട് അത് യഹോവ കൽപ്പിച്ചത് തന്നെ നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായത് ശബ്ബത്ത്. ചുടുവാനുള്ളത് ചുടുവിൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവിൻ, ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പീൻ. നോക്കൂ, ചുടാനും സമയമുണ്ട്, പാകം ചെയ്യാനും സമയമുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും സമയമുണ്ട്. ഉറങ്ങാനൊരു സമയമുണ്ട്, ഉണരാനൊരു സമയമുണ്ടെങ്കിൽ, കുക്ക് ചെയ്യാനൊരു സമയമുണ്ട്, കഴിക്കാനൊരു സമയമുണ്ടെങ്കിൽ, ഓഫീസിൽ പോകാനൊരു സമയമുണ്ട്, മടങ്ങി വരാനൊരു സമയമുണ്ടെങ്കിൽ, വിശ്രമിക്കാനൊരു സമയമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഒരു സമയമുണ്ട്. അതിനെ കട്ടെടുക്കരുത്. അതിനെ പലതും ചൊല്ലി വെട്ടിക്കുറയ്ക്കരുത്. കാരണം ദൈവം സ്വസ്ഥതയാണ് ആ സമയം നമുക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആ സമയത്തെ കട്ടെടുക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കള്ളനെ പോലെ കയറുന്നവൻ, കവർച്ചക്കാരനായി കയറുന്നവൻ, ദൈവം തന്ന സ്വസ്ഥതയ്ക്ക് മുമ്പേ ഒരു വാക്കുകൂടെ അവൻ എഴുതി ചേർക്കും, അസ്വസ്ഥത. ഇന്ന് പകലിൽ ഈ വചനം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ദൈവമേ, ഈ തിരുവെഴുത്ത് ഈ ജനത്തിനൊരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവേ, ദൈവിക സ്വസ്ഥതയിൽ ഇവർ ഇന്നു മുതൽ ആനന്ദിക്കട്ടെ, ഇവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവമേ, ഇന്ന് മിഥ്യാന്യ ശക്തികൾ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. ആ പുത്രത്വം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. ദൈവം ഞങ്ങളോടുകൂടി ഇരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ബലഹീനരും രോഗികളുമായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിലുള്ള സൗഖ്യം ഈ ജനത്തിന്മേൽ വ്യാപരിക്കണമേ. ഇവരെ കർത്താവ് അനുഗ്രഹിച്ച് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഒരാഴ്ചയും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം തന്നെ ആയിരിക്കട്ടെ. കർത്താവ് ഈ കൂട്ടായ്മ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സകല നിലകളിലും ഈ പ്ലാറ്റ്ഫോമും ഈ കൂട്ടായ്മയും വളർന്നു വർദ്ധിച്ചു പെരുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിച്ചാട്ടെ. ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ തന്നെ ഗ്ലോറി ടു ജീസസ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞങ്ങളുടെ ഈ കൂട്ടായ്മയുണ്ട്, മെസ്സേജുകളുണ്ട്. നിങ്ങളതൊക്കെ കേൾക്കുക, നിങ്ങളത് മറ്റുള്ളവർക്കും കൂടെ പങ്കുവെക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.